തുണ്ടത്തങ്കടവ് ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തുണ്ടത്തങ്കടവ് 167, 168, 169 ബൂത്തുകളുടെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളെയും റാങ്ക് ജേതാക്കളെയും ആദരിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ഗ്ലാൻസൺ ജോയ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് രാജേഷ് ചിയേടത്ത്, മണ്ഡലം പ്രസിഡന്റ് ബിജു ചുള്ളിക്കാട്, പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ്, DCC സെക്രട്ടറി കൊച്ചുത്രേസ്യ ജോയി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി കെ, മേഴ്സി ജോണി, KS മുഹമ്മദ്, മെമ്പർമാരായ ജാൻസി ടോമി, TP പോളി, മിനി ബോബൻ, ബർലിൻ പാവനത്തറ, അമ്പിളി സജീവ്, മാനുവൽ ബിനു, സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം KC പൈലി, ലിസ ഗ്ലാഡ്സൺ, ജോസഫ് PG, ആന്റണി ചക്കിയത്ത്, ജോമോൻ ജോസഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ന് 3 ബൂത്തിൻ്റെയും വാർഡിൻ്റെയും നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് മിടുക്കരായി പഠിച്ച് വിജയിച്ച കുട്ടികൾക്ക് ഇന്ന് പ്രോത്സാഹനം നൽകുകയാണ്. ഈ അവാർഡ് അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടാകുന്ന വലിയ മാറ്റങ്ങളായിരിക്കും. പ്രാദേശികമായി ലഭിക്കുന്ന ഇത്തരത്തിലുള്ള അംഗീകാരങ്ങൾ അവർക്ക് പഠനത്തിലൊരു സ്ഥിരോത്സാഹം നൽകാനായി കഴിയും. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന് ശേഷം നമ്മൾ ലോകത്തും നമ്മുടെ രാജ്യത്തും വിദ്യാഭ്യാസ പഠന രീതികളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയാവുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ലോകത്തോടെ പോയാലും മലയാളികളെ കാണാം. അവർ ലോകത്ത് ഏതു ഭാഗത്ത് പോയി ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. ഇന്ന് +2 കഴിഞ്ഞാൽ കുട്ടികൾ നേരെ വിദേശത്ത് പഠിക്കാൻ പോകണം, അതിനോടൊപ്പം ജോലി സമ്പാദിക്കണം, അവർക്ക് വരുമാനമുണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ് എല്ലാ കുട്ടികൾക്കുമുള്ളത്. ഒരു 10 വർഷക്കാലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എഞ്ചിനീയറിങ്ങിനും മെഡിസിനോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്കോ ഏതെങ്കിലും കോഴ്സുകൾക്ക്, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേരണം എന്നുള്ളതായിരുന്നു നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇന്ന് നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിരവധി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് പല കോഴ്സും നിർത്തലാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട BSc സബ്ജക്റ്റുകൾ ഉൾപ്പെടെയുള്ള നിരവധി കോഴ്സുകളാണ് നിർത്തലാക്കിയിട്ടുള്ളത്. കുട്ടികൾ നമ്മുടെ നാടുകളിൽ നിന്ന് മറ്റ് നാടുകളിലേക്ക് ചേക്കേറുന്നതായി നമുക്ക് അഭൂതപൂർവമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 2,67,000-ത്തിലധികം വരുന്ന കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കുമൊക്കെ ആയിപ്പോയത്. ഈ വർഷം അതിനേക്കാൾ കൂടുതലായിരിക്കും. മാതാപിതാക്കളും അത് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം നാട്ടിൽ നിന്നാൽ നല്ല വിദ്യാഭ്യാസമോ നല്ല ജോലിയോ ലഭിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഉള്ളതുകൊണ്ട് ലോകത്തെവിടെ പോയും പഠിക്കാനും ജോലി ചെയ്യാനും കഴിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുത്ത് കുട്ടികളെ വിദേശത്തേക്ക് അയക്കാനും അവർക്ക് പോയി പഠിക്കാനും ഒക്കെ കഴിയാവുന്ന രീതിയിലേക്ക് ഇന്ന് മാറി. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടായെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കാനും അവർക്കിവിടെ പഠിച്ചിറങ്ങുമ്പോൾ തൊഴിൽ ലഭിക്കുന്ന സംരംഭങ്ങൾ സൃഷ്ടിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനുമുള്ള നടപടികൾ ഉണ്ടാകണം. അവർക്ക് ആ പ്രതീക്ഷ ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. SSLCക്കും +2-നുമൊക്കെ മുഴുവൻ A+ വാങ്ങിയ കുട്ടികളാണ്. നിങ്ങൾ നന്നായി പഠിക്കുക, ഈ നാടിൻ്റെ അഭിമാനമാകുക. നിങ്ങളുടെ മാതാപിതാക്കളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും പ്രതീക്ഷകൾ നിങ്ങളിലാണ്, ഈ നാടിൻ്റെ പ്രതീക്ഷകൾ നിങ്ങളിലാണ്. നിങ്ങൾ പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളുമായി നല്ല ഉദ്യോഗമൊക്കെ നേടി ഈ നാടിനൊരു മുതൽക്കൂട്ടാകുന്നവരായി മാറും എന്നുള്ളതാണ്.
പത്രങ്ങൾ വായിക്കുന്ന കുട്ടികൾ ഇന്ന് വളരെ കുറവാണ്. ഇന്ന് സോഷ്യൽ മീഡിയയാണ്. ടി വി കാണുന്നതിനേക്കാൾ കൂടുതൽ മൊബൈലിൽ നോക്കുന്ന കുട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊതുവായിട്ടുള്ള അറിവുകൾ നേടിയെടുക്കാൻ പുസ്തക വായനയിലൂടെ, പത്രവായനയിലൂടെ പൊതു അറിവുകൾ നേടിയെടുക്കാൻ കഴിയാവുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയാവുന്ന നല്ല മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളായി നിങ്ങൾ വളരണം, ഈ നാടിൻ്റെ അഭിമാനമായി മാറണം എന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ ചടങ്ങിന് നേതൃത്വം കൊടുത്ത ഈ 167, 68, 65 ബൂത്ത് കമ്മിറ്റികൾ, 11, 12, 13 വാർഡ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇന്ന് നടത്തുന്ന ഈ കുട്ടികൾക്കുള്ള ഈ അവാർഡ് വിതരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു.